പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് എത്ര അന്വേഷിച്ചിട്ടും വ്യക്തമായിട്ടുള്ളൊരു ഇതിൽ എത്താൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. മറഞ്ഞു നിൽക്കുന്ന ഒരാളുണ്ട് എന്നുള്ളതല്ലാതെ അതാരാണ് എന്നും അനന്തപുരിക്കാർക്ക് അനന്തപുരിക്കാരുമായിട്ട് അയാൾക്ക് എന്താ ഇത്ര ശത്രുത എന്നുള്ളതും കണ്ടെത്തണം എന്നുള്ള ആ ഒരു വാശിയിൽ തന്നെയാണുള്ളത് ആദർശ്. പക്ഷേ ആദർശ് ഒറ്റയ്ക്ക് ആ ഒരു വേഷം മാറി നിന്നിട്ട് കണ്ടെത്താനുള്ള ആ ഒരു ഇത് പെട്ടെന്നൊന്നും നടക്കത്തില്ല. അതിന് കുറച്ച് സമയം പിടിക്കും. അപ്പോഴേക്കും മുത്തശ്ശനും ഞാനും കുറേ കാലം അകന്ന് കഴിയേണ്ടി വരും. അതിനെക്കൊണ്ട് പെട്ടെന്നാക്കണം എന്നൊക്കെ ഇങ്ങനെ കിരണ്ണുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കിരൺ പറയുന്നുണ്ട്, എന്തായാലും നീ വേഷം മാറിയിട്ട് അവർക്ക് ആർക്കും മനസ്സിലായിട്ടില്ലല്ലോ, പക്ഷേ നീ മാത്രം ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല. അവർ ഗ്രീനയെ വെച്ച് കളിച്ചത് കണ്ടോ, നമുക്കറിയാത്ത രീതിയിൽ. അതുകൊണ്ട് ഗ്രീനയ്ക്ക് പകരം തന്നെ ഗ്രീനയുടെ ആ ഒരു ഇതിൽ നിന്ന് കളിക്കാനായിട്ട് നമുക്കൊരു പെണ്ണിനെ തന്നെ ഇറക്കിയാലോ. എൻ്റെ പരിചയത്തിൽ ഒരു പെൺകുട്ടിയുണ്ട്. നമുക്ക് അവളെ വെച്ചിട്ട് അവരുടെ വീക്ക്നെസ് എന്താണെന്നൊക്കെ കണ്ടെത്തിയിട്ട് അവളെ വെച്ചിട്ട് നമുക്കെല്ലാം നേടിയെടുക്കുന്ന രീതിയിൽ കളി കളിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എടോ, പെൺകുട്ടിയെ വെച്ച് കളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുഴപ്പം പിടിച്ച കേസാവുമോ എന്നൊക്കെ പറയുമ്പോൾ അതിന് നമ്മൾ നല്ല രീതിയിൽ സത്യം എന്താണെന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ടല്ലേ, അല്ലാതെ ഫ്രോഡ് കളിക്കാനൊന്നുമല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ കിരൺ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, എന്ത് തന്നെയായാലും വേണ്ടില്ല, എനിക്ക് മുത്തശ്ശൻ്റെ മുമ്പിൽ നിരപരാധിത്വം തെളിയിക്കണം. ചതിയിൽ പെട്ടതാണ്, നമ്മളെ പിന്നാൽ ചതിക്കാൻ ഒരാൾ നടക്കുന്നുണ്ട് എന്നുള്ളത് കണ്ടെത്തിയേ പറ്റൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് കിരണിനോട് പറയുന്നുണ്ട്, എന്തായാലും ഒരു പെൺകുട്ടിയെ നീ തന്നെ കണ്ടുപിടിച്ച് എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഇറക്ക്, നമുക്ക് പെട്ടെന്ന് തന്നെ സ്പീഡാക്കാമല്ലോ. പിന്നെ നമ്മുടെ കൂടെ നന്ദുവും ഉണ്ട്. എന്തായാലും ഡേവിഡിൻ്റെ കോൾ പോകുന്നത് ആർക്കാണെന്നുള്ളതൊക്കെ അവൾ കണ്ടെത്തിക്കോളും. അക്കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനം പെട്ടെന്ന് തന്നെ അവൾ ആക്കിത്തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ്. കിരണിനോട് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ അവിടെ നയൻ ജ്വല്ലറിയിൽ നിന്ന് ഡീൽ ഉറപ്പിച്ചാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഇനി ഞാനൊരു പോക്ക് പോകുന്നുണ്ട്. ഈ ഡീൽ ഞാൻ ക്യാൻസലാക്കുക എന്നാണ് ഞാൻ അവിടെ ചെന്നിട്ട് പറയുക. എന്നിട്ട് നമ്മുടെ മൂർത്തിസ് ജ്വല്ലറിയെ ചതിച്ചതാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്നുള്ളതൊക്കെ പറയുമ്പോൾ അവരുടെ റിയാക്ഷൻ എന്താണെന്നുള്ളത് അറിയണമല്ലോ. ഞാൻ അത്തരത്തിലൊരു കളി കളിക്കാൻ ഏതായാലും പോവാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഏതായാലും നീ എല്ലാം നല്ലതിനാവട്ടെ, നീ ഉദ്ദേശിച്ച രീതിയിലൊക്കെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ നമുക്ക് വൻ നേട്ടം തന്നെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ കിരൺ പറഞ്ഞിട്ട് ഒന്നും കൂടെ ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ട് ആദർശിനെ. അങ്ങനെ ആദർശ് നേരെ ഡേവിഡിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇരിക്കൂ സർ, പെട്ടെന്ന് എന്താ വന്നത്, കുറച്ച് കഴിഞ്ഞിട്ടാണല്ലോ വരിക എന്ന് പറഞ്ഞത് എന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ, കാരണം ഞാനൊരു ഡീൽ ഉറപ്പിച്ചാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. പക്ഷേ പോയതിന് ശേഷം ഞാൻ ചിലതൊക്കെ അന്വേഷിച്ചപ്പോൾ എനിക്ക് നല്ലതായിട്ടുള്ള ഒരു കാര്യവും കിട്ടിയിട്ടില്ല. പകരം നിങ്ങളെല്ലാവരെയും ചതിക്കുന്നു എന്നുള്ള വിവരമാണ് എനിക്ക് അറിയാൻ സാധിച്ചത് എന്നൊക്കെ പറയുമ്പോൾ ഡേവിഡ്, എന്താ സർ പെട്ടെന്ന്, ഞങ്ങൾ ആരെ ചതിച്ചു എന്നാണ്, അങ്ങനെ ഒരു ഇതൊന്നും ഇവിടെ നടന്നിട്ടില്ലല്ലോ, നിങ്ങൾ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതായിരിക്കും എന്നൊക്കെ പറയുമ്പം ഒരു തെറ്റിദ്ധാരണവുമല്ല, ഞാൻ മൂർത്തി ജ്വല്ലറി ഇങ്ങനെ നിലംപതിക്കാനുള്ള കാരണം എന്താണ് എന്നുള്ളത് അന്വേഷിച്ച സമയത്ത് നിങ്ങൾ ജ്വല്ലറിക്കാർ ചതിച്ചതാണെന്നാണ് അറിഞ്ഞത്. നിങ്ങൾ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ആരൊക്കെയോ വെച്ച് അവർക്ക് നേരെ ഫ്രോഡ് കളി കളിച്ചു എന്നാണല്ലോ അറിയാൻ സാധിച്ചത്. എന്തായാലും ഈ ഒരു ഡീലിനെ കുറിച്ച് എനിക്ക് ഒന്നും കൂടി ചിന്തിച്ചേ പറ്റുകയുള്ളൂ, ഒന്നും കൂടി എനിക്ക് ചിന്തിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെയാണ് ഡേവിഡ് ആകെ വല്ലാത്തൊരു അവസ്ഥയിൽ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് നാഗേന്ദ്രനെ വിളിച്ച് കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ നാഗേന്ദ്രന് ഡേവിഡിനോട് ചൂടാവുകയാണ്. എന്നിട്ട് നമ്മൾ രണ്ടുപേരും അറിയുന്ന രഹസ്യം മറ്റാരറിയാനാണ്, അങ്ങനെ ചതിച്ചു എന്നുള്ള വാർത്ത ആരും ഇതുവരെ അറിഞ്ഞിട്ടില്ല. എന്തായാലും നീ എന്തെങ്കിലും കളി കളിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ, അയ്യോ സർ ഞാൻ ഒരു കളിയും കളിച്ചിട്ടില്ല, എന്തായാലും ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ട്, ഇനിയിപ്പോൾ ഇവരുമായിട്ട് നമ്മുടെ മൂർത്തിസ് ജ്വല്ലറിക്കാർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടാവുമോ എന്നുള്ള സംസാരമൊക്കെ അവർക്കിടയിൽ വരുന്നുണ്ട്. അപ്പോൾ അതിന് സാധ്യതയില്ല, ഇവർ പഞ്ചാബിക്കാരാണല്ലോ, അതൊന്നും നടക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ ഡേവിഡ് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവരെ നിരീക്ഷിച്ചേ പറ്റൂ എന്നുള്ളതും നാഗേന്ദ്രൻ ഡേവിഡിനോട് പറയുന്നുണ്ട്. പെട്ടെന്ന് മുത്തശ്ശനൊരു വേദന വന്നിട്ട് ICUലാകുന്നതും ഹോസ്പിറ്റലിലാകുന്നതും അങ്ങനെ ആദർശ് കാണാൻ ചെല്ലുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു സമയത്ത് നമ്മുടെ ആദർശനോട് വളരെ ദേഷ്യപ്പെട്ടിട്ട് മുഖം തിരിച്ച് കറുപ്പിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. കാരണം തൻ്റെ കൊച്ചുമകൻ പെട്ടെന്ന് തന്നെ ജയിച്ചിട്ട് ശത്രുക്കളെ കണ്ടെത്തി വരണമെങ്കിൽ താൻ ഒരു കണക്കിനും അഴിഞ്ഞു കൊടുക്കാനോ താന്നു കൊടുക്കാനോ അല്ലെങ്കിൽ ലോഹ്യം കാണിക്കാനോ പാടില്ല എന്നുള്ള ആ ഒരു തീരുമാനം മുത്തശ്ശനെ എടുക്കുകയാണ്. പക്ഷേ ആദർശന് അത് വളരെയധികം ടെൻഷനാക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ വാശിയേറിയിട്ടാണ് ആ ഒരു പെൺകുട്ടിയെ വളരെ പെട്ടെന്ന് ഇറക്കാനുള്ള തീരുമാനത്തിലോട്ട് എത്തുന്നത്.